എന്ന് വെച്ച് ഈ കേരള ഗവൺമെന്റ് 100% സത്യസന്ധമാണ് അല്ലെങ്കിൽ നല്ലതാണെന്നുള്ള ഒരു വാദമൊന്നും എനിക്കില്ല. ശേഖർജി പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ ശേഖർജി പറഞ്ഞിടത്ത് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ടല്ലോ ശേഖർജി. നമുക്ക് ആദ്യം ശേഖർജി പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം, കേട്ടു നോക്കാം. ഈ എലക്ഷന്റെ കുറച്ചു ദിവസം മുമ്പ് ഒരു സർക്കാർ 10 കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നാടിനെ നന്നാക്കി, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു, നിങ്ങൾ തന്ന അവസരങ്ങൾ, ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു, അതിന്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു മര്യാദ. അതാണ് ഒരു മര്യാദ. യഥാർത്ഥത്തിൽ ഇപ്പം കേരളം ഭരിക്കുന്ന ഗവൺമെന്റും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അവർ ഇത്ര കാലം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നു, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ ഇലക്ഷൻ സമയത്ത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ. എന്നാൽ ഈ പറയുന്ന ഇവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? കാരണം ഇന്ത്യയുടെ യൂണിയൻ ഭരിക്കുന്നത്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത് ഇവരുടെ പാർട്ടിയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഇവരുടെ പാർട്ടി തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടോ? പല സംസ്ഥാനങ്ങളും ഇത് ചെയ്യുന്നില്ല. ഇലക്ഷൻ സമയത്ത് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുന്നതല്ലാതെ ഇങ്ങനെയുള്ള അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്മെന്റ്സ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഇലക്ഷനാണ് ബീഹാറിൽ അവിടെ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടല്ല ഒരു BJP കാരനും അവിടെ വോട്ട് പിടിച്ചത്. അവിടെ സ്ഥലത്തിന്റെ പേര് മാറ്റാം, അതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് തുടർച്ചയായി ബാക്കി കേൾക്കാം. പക്ഷേ ഈ CPM സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവര് ചെയ്യേണ്ട അവരുടെ കടമ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിന്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു. അതേ ശ്രമമല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ കേരള ഗവൺമെന്റ് ചെയ്യുന്ന അതേ ശ്രമമല്ലേ നിങ്ങളും ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബീഹാറിലാവട്ടെ, വെസ്റ്റ് ബംഗാളിലാവട്ടെ, ഇപ്പോൾ അതുപോലെ ആസാമിലാവട്ടെ, ഇവിടെയൊക്കെ വോട്ട് പിടിക്കുന്നത് നിങ്ങളുടെ ഡെവലപ്മെന്റ് കാണിച്ചിട്ടല്ല. അവിടെ പറയുന്നത് ഇൻഫിൽട്രേഷൻ, ബംഗ്ലാദേശികൾ കൂടുന്നു. ഇനി ഒരു 40%, അതായത് അവിടുത്തെ CM പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ ക്യാമ്പയിന് പറഞ്ഞതാണ്. 40% ബംഗ്ലാദേശികളും ഇൻഫിൽട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ അവിടെ അതൊരു പാകിസ്ഥാനായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളും വോട്ട് പിടിക്കുന്നത്. അതുമാത്രമല്ല, പരസ്യമായും രഹസ്യമായും ഇവിടെ നടക്കുന്ന വർഗീയതക്ക് നിങ്ങൾ ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ റീസെന്റ് ക്രിസ്മസിന്റെ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രശ്നത്തിൽ. പക്ഷേ അവർക്കൊക്കെ ചെറിയ ചെറിയ ശിക്ഷ അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകൾ എടുത്ത് ചില ആൾക്കാരെ കേസേ എടുക്കാതെ വിട്ടു. ചില ആളുകളുടെ പേരിൽ കേസെടുത്തു, പെറ്റി ചാർജസ് എടുത്തിട്ട് വെറുതെ വിടുന്നതിന് തുല്യമാക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. പല കേസുകളും നിലനിൽക്കാത്ത രീതിയിലുള്ള കേസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റ്സ് ഒന്നും കാണിക്കാതെ നിങ്ങളും ചെയ്യുന്നത് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വർഗീയത പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കേൾക്കാം. ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അതൊരു അഡ്മിഷനാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന്റെ കാരണം സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് കാശ് തന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി. 10 കൊല്ലം ഭരിച്ചു, 10 കൊല്ലത്തിൽ ഇത് ഒരു ഇഷ്യൂ ആയിരുന്നില്ല. ആര് പറഞ്ഞു ഇഷ്യൂ അല്ല എന്ന്? എല്ലാ സമയത്തും കേരള സർക്കാർ പറയലുണ്ട് ഇവിടെ ഫണ്ട് കിട്ടുന്നില്ല, സെൻട്രലിന്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇവിടുത്തെ പല കാര്യങ്ങളും നേരെ ചൊവ്വേ നടക്കാത്തത് എന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ കേൾക്കാത്തത്, അല്ലെങ്കിൽ കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും. ഓക്കെ, പിന്നെ ഇത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നമല്ല.
ഇത് ആദ്യമേ പറയുന്ന പ്രശ്നം തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്. കേരള ഗവൺമെന്റ് പറയുന്നതാണ്. ബാക്കി കേൾക്കാം. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി അസംബ്ലി ഇലക്ഷൻ വരുന്ന മുമ്പ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ. ഇതിന്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് തെളിവ് വെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒപ്പം ഞാൻ 4 ദിവസം മുമ്പ് ഞങ്ങളുടെ ക്യാമ്പയിനെ കുറിച്ച്, ഞങ്ങളുടെ ക്യാമ്പയിന്റെ 3 തീം, വികസിത കേരളം, സുരക്ഷിത കേരളം, വികസിത കേരളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് BJPയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നോർത്തിലൊക്കെ നമ്മുടെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കലാണെങ്കിൽ കേരളത്തിൽ അത് വികസനം പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള പരിപാടി എന്ന് പറയുന്നത് പേര് മാറ്റുക എന്നുള്ളതാണ്. കേരള അല്ല, കേരളമാക്കണമെന്ന് പ്രധാനമന്ത്രിക്ക്, അതായത് നമ്മുടെ നരേന്ദ്രമോദിജിക്ക് കത്തയച്ചിട്ടുണ്ട്. കേരള അല്ല, കേരളമാക്കണം എന്ന്. അതായത് അവിടെയും പേര് മാറ്റുക. ഇവർക്ക് മെയിനായിട്ട് അറിയുന്നത് ഈ പേര് മാറ്റുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയി അവിടുത്തെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. അതിലൂടെ വികസനം വരുമെന്നാണ് ഇവരുടെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ബീഹാറിൽ വോട്ട് പിടിക്കുമ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ പല സ്ഥലങ്ങളുടെയും പേര് മാറ്റുമെന്നാണ്. നമുക്കറിയാം ഡൽഹിയിലടക്കം ഒരുപാട് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു. ഇപ്പോൾ തന്നെ ഡൽഹിന്റെ പേര് തന്നെ അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം ഒരുപാട് ലെറ്റേഴ്സാണ് സെൻട്രൽ ഗവൺമെന്റിന് പോയിട്ടുള്ളത്. അതായത് ഡൽഹി എന്ന പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥ ആക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡൽഹി എന്ന് തന്നെ ഇനി കേൾക്കാൻ പറ്റുമോ എന്ന് കണ്ടറിയണം. ബാക്കി കേൾക്കാം. വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു. എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി 90 ദിവസമുണ്ട്. ഈ ചർച്ച എന്ന് പറയുന്നത് ഈ ഫണ്ടിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് നിങ്ങളല്ല ചെയ്യേണ്ടത്. അതായത് പാർട്ടി പ്രസിഡന്റ് അല്ല ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെന്റിനോട് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഡിബൈറ്റും ഇതൊക്കെ നിങ്ങളോടല്ല ചെയ്യേണ്ടത്. ബാക്കി കേൾക്കാം. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല. ഇക്കോണമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഡിബൈറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളോടൊപ്പമല്ല, സെൻട്രൽ ഗവൺമെന്റിനോട് കൂടെയാണ് ചെയ്യേണ്ടത്. എക്കണോമിന്റെ കാര്യമായിരുന്നാലും ശരി, എന്ത് കാര്യമായിരുന്നാലും ശരി. എന്ന് വെച്ച് കേരള ഗവൺമെന്റ് 100% സത്യസന്ധമാണ് അല്ലെങ്കിൽ നല്ലതാണെന്നുള്ള ഒരു വാദമൊന്നും എനിക്കില്ല. ഇവരും ഒരുപാട് കറപ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ദൂർത്ത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് കേരളത്തിന്റെ CMന്റെ പുതിയ കാറിന്റെ ഫണ്ടിങ്, അതുപോലെ നമുക്കറിയാം പല ചെലവുകളും ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഒരു സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടി, ഇതുപോലെ ഒരു സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 35,000 മുതൽ 50,000 രൂപയൊക്കെയാണ് അലോട്ട് ചെയ്യുന്നത്. നമ്മളതൊക്കെ റിപ്പോർട്ടിൽ കണ്ടതാണ്. അതുമാത്രമല്ല കോപ്പറേറ്റീവ് സ്കാം, അങ്ങനെ ഒരുപാട് സ്കാംസും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടതാണ്. അതുകൊണ്ട് 100% അവർ നല്ലതാണെന്നും പറയില്ല. പക്ഷേ ഇതുപോലൊന്നും പറയാറില്ല. അതായത് ഒരു യൂണിയൻ മിനിസ്റ്റർ ജിതൻ റാം മാഞ്ചി പറഞ്ഞിട്ടുള്ളത്, യൂണിയൻ മിനിസ്റ്ററാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ MLA-മാരും MP-മാരും ഫണ്ടുകളിൽ നിന്നും കമ്മീഷൻ 5% അല്ലെങ്കിൽ 10% കമ്മീഷൻ എടുക്കാറുണ്ട്. ഇനി എടുക്കുന്നില്ലെങ്കിൽ എടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എടുത്തിട്ടില്ലെങ്കിൽ അത് അവന്റെ കഴിവുകേടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് 10% അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5% കമ്മീഷനെങ്കിലും എടുക്കാമെന്നാണ്. അപ്പോൾ ഇതുപോലൊന്നും പബ്ലിക്കായിട്ട് ആരും ഇതുപോലെ തുറന്നടിച്ച് പറയുകയും ചെയ്യില്ല. അതിനുള്ള ധൈര്യം യൂണിയൻ മിനിസ്റ്ററിലുള്ള ആളുകൾക്കേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളും നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ട്. അതായത് കമ്മീഷൻ എടുക്കുന്നത് അത് അവരുടെ ഒരു റൈറ്റ്, അവരുടെ ഒരു അവകാശമായി കാണുന്ന ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് യോഗ്യത, അത് പറയാനുള്ള യോഗ്യത അവർക്കുമുണ്ടോ അല്ലെങ്കിൽ നമുക്കുമുണ്ടോ എന്ന് ആലോചിച്ച് വേണം എന്തും നമ്മൾ പറയാൻ വേണ്ടി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.